സുഹൃത്തുക്കളെ, ബ്രിട്ടോ സ്കൂളിലെ ഓർമ്മകളാണ് എപ്പോഴും നോസ്റ്റാൾജിയ ആയിട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ക്യാമൽ ബോക്സ് ഉണ്ടായിരുന്നു, അറിയോ? ഒരു മഞ്ഞ കളറിലുള്ള. അതിനെപ്പറ്റി ആലോചിച്ച് ഒരു പാട്ട് എഴുതി. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബ്രിട്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ എന്റെ ഓർമ്മയിലെ പഴയ പുസ്തക പെട്ടി. ഓർമ്മയുണ്ടോ ഒരു ക്യാമൽ കോമ്പസ് പെട്ടി, പെൻസിലും റബ്ബറും സ്കെയിലും ഉള്ള കോമ്പസ് പെട്ടി. സാമിന്റെ പുതിയ നൊസ്റ്റാൾജിയ ഫീലാക്കുന്ന കേമൽ കോമ്പസ് പെട്ടി. സാമിന്റെ പുതിയ നൊസ്റ്റാൾജിയ ഫീലാക്കുന്ന കേമൽ കോമ്പസ് പെട്ടി. പുതിയ സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ കൊണ്ടുവരും എല്ലാവരും തന്റെ കോമ്പസ് പെട്ടി. മറ്റു ചില ചുള്ളന്മാർ സ്റ്റൈൽ പുറത്തിറക്കും മദർ പൂശിയ റബ്ബർ പെൻസിലുള്ള പെട്ടി. പിന്നെ പട്ടായി പറയും തന്റെ ദുബായിലുള്ള മാമയും മിക്കാക്കയും വന്നപ്പോൾ തന്ന പെട്ടിയെന്ന്. രണ്ടാം പീരി കാത്തിരിക്കും നമ്മൾ രവീന്ദ്ര സാറിന്റെ ജോമെട്രി ക്ലാസ്. ബോട്ടില് സാർ വരയ്ക്കുന്ന കോൺ കണക്കു ബുക്കിൽ പകർത്തി എഴുതും നമ്മൾ. തുറക്കും പിന്നെ ഓരോരുത്തർ തന്റെ കോമ്പസ് പെട്ടി, എന്നിട്ടു വരയ്ക്കും വട്ടം നടരാജ പെൻസിൽ കൊണ്ട്. കോമ്പസ് പെട്ടി സാമിന്റെ പുതിയ കോമ്പസ് പെട്ടി. നൊസ്റ്റാൾജിയ ഫീലാക്കുന്ന കേവൽ കോമ്പസ് പെട്ടി. കോമ്പസ് പെട്ടി സാമിന്റെ പുതിയ കോമ്പസ് പെട്ടി. നൊസ്റ്റാൾജിയ ഫീലാക്കുന്ന കേമൽ കോമ്പസ് പെട്ടി. ഇന്റർവെൽ ആകുമ്പോൾ പറയേണ്ട പിന്നെ എല്ലാവരും വരി വരിയായി പെട്ടി ഒന്ന് കാണാൻ, ഒന്ന് മണക്കാൻ, ഒന്ന് തൊടാൻ എന്തിഷ്ടമാ. അതിനിടയിൽ സാറിന്റെ ഡിവൈഡർ ആരോ തെറ്റി. പിന്നെ തുടങ്ങി കരച്ചിലും തെറിയും ഉന്തും ഇടിയും. അടുത്ത പീരിയഡിലെ മണിയടിക്കും വരെ അടുത്ത പീരി തുടങ്ങാൻ വരും പുതിയ ടീച്ചർ. ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുമ്പോൾ ക്ലാസ്സിലെ മുനിയാണ്ടി പറയും ഉച്ചത്തിൽ, ടീച്ചറെ ഇത് സാമിന്റെ പുതിയ കോമ്പസ് പെട്ടി. കോമ്പസ് പെട്ടി സാമിന്റെ പുതിയ കോമ്പസ് പെട്ടി. നൊസ്റ്റാൾജിയ ഫീലാക്കുന്ന കേമൽ കോമ്പസ് പെട്ടി. കോമ്പസ് പെട്ടി സാമിന്റെ പുതിയ കോമ്പസ് പെട്ടി. നൊസ്റ്റാൾജിയ ഫീലാക്കുന്ന കേമൽ കോമ്പസ് പെട്ടി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് അറിയിക്കുക, ഇല്ലെങ്കിൽ ഒരു ഇല്ലാത്ത ലൈക്ക് തന്ന് അറിയിക്കുക എങ്ങനെ ഇംപ്രൂവ് ചെയ്യാവുന്നത്. ഓക്കെ, അടുത്ത പ്രാവശ്യം. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ബൈ.